ഹായ് മച്ചന്മാരെ, സ്മാർട്ട് ടോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്പ്രേ പെയിൻറ്റ് മെഷീനാണ്. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പ്രേ പെയിൻറ്റ് മെഷീനൊക്കെ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്പ്രേ പെയിൻറ്റ് മെഷീനാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. പ്രൊഫഷണൽ പെയിൻറ്റേഴ്സൊക്കെ പെയിൻറ്റ് ചെയ്തെടുക്കുന്ന പോലെ അടിപൊളിയായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇന്ന് ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്പ്രേ പെയിൻറ്റ് മെഷീൻ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ സ്പ്രേ പെയിൻറ്റ് മെഷീൻ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കംപ്രസർ ഉപയോഗിച്ചിട്ടാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏസർ കംപ്രസറാണ്. അതായത് നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് പോയിട്ട് എടുത്തുള്ള കംപ്രസറാണ്. ഇത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കംപ്രസർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടാണ്. അതായത് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സ്പ്രേ പെയിൻറ്റ് മെഷീനാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കംപ്രസറിൻ്റെ എയർ വലിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതേപോലെ തന്നെ എയർ പുറം തള്ളുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കംപ്രസറിൻ്റെ ഈ എയർ വലിക്കുന്ന ഭാഗത്ത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ കെട്ടിയിട്ടുണ്ട്. അതൊരു വല പോലത്തെ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ ടൈ ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ വലിക്കുമ്പോൾ പൊടിപടലങ്ങളും മറ്റും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും അതേപോലെ തന്നെ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ എയർ പുറത്തേക്ക് തള്ളുന്ന ഭാഗത്താണ് നമ്മുടെ ഈ പൈപ്പ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന പൈപ്പ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ എയർ പൈപ്പാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അറ്റം നമ്മൾ പെട്ടെന്ന് ഊരി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ടൈറ്റിംഗ് ക്ലാമ്പ് വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ഈ പൈപ്പും അതേപോലെ തന്നെ ഈ സ്പ്രേ പെയിന്റിംഗ് നോസിലും നമുക്ക് മേടിക്കാൻ കിട്ടുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ വാഷ് ചെയ്യുന്ന പമ്പും അതേപോലെ തന്നെ കട്ടിംഗ് ടൂൾസ് ഒക്കെ വിൽക്കുന്ന കടകളിൽ, അവരുടെ സ്പെയർ പാർട്സ് കടകളിൽ നമുക്കിത് മേടിക്കാൻ കിട്ടും. ഇത് ഏകദേശം നമുക്ക് വില വന്നിരിക്കുന്നത് 600 രൂപയാണ് ഈ സ്പ്രേ പെയിന്റിംഗ് നോസിലിന് വില വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ എയർ പൈപ്പിന് നമുക്ക് വന്നിരിക്കുന്നത് 200 രൂപ റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ സ്ക്രാപ്പ് കംപ്രസർ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1300 രൂപയ്ക്കാണ്. ഇത് വർക്കിംഗ് കംപ്രസർ നമ്മൾ ചെക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ പൈപ്പും അതേപോലെ തന്നെ നോസിലും മറ്റും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന രീതിയും അതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ എന്തൊക്കെ സംഭവങ്ങൾ വേണമെന്നും കാണിച്ചു തരാം. നമ്മുടെ കംപ്രസറിൻ്റെ മേലെ 3 പിന്നായിരിക്കും, 3 ടെർമിനലുകളായിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ ഒന്നിൽ എസ്, അതേപോലെ തന്നെ ഒന്നിൽ സി, ഒന്നിൽ ആർ, ഇങ്ങനെ 3 ടെർമിനലുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഈ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ, അതേപോലെ തന്നെ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണിങ്. ഇതിലേക്ക് 3 എണ്ണത്തിലേക്ക് നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ ഈ കംപ്രസർ വർക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു കപ്പാസിറ്റർ വേണം. ഇത് 30 MFD കപ്പാസിറ്ററാണ്. ഇത് 1 ടൺ ആയതുകൊണ്ട് നമുക്ക് 30 to 45 വരെ നമുക്ക് ഉപയോഗിക്കാം. അതായത് ഓരോ കമ്പനികളുടെ കംപ്രസറും ഓരോ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വർക്ക് ചെയ്യുക. ചിലത് 30 ആയിരിക്കും, 35 ആയിരിക്കും, 40, 45 അങ്ങനെ വരെ 1 ടണ്ണിൻ്റെ. 1.5 ടണ്ണൊക്കെ ആകുമ്പോൾ നമുക്ക് മാക്സിമം 50, 55, 60 വരെ 1.5 ടണ്ണ് വരും. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന കംപ്രസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടണ്ണിൻ്റെ കംപ്രസർ ആയതുകൊണ്ട് നമ്മൾ അതിൽ വരുന്ന കപ്പാസിറ്റർ 30 MFD ആണ്. അപ്പോൾ ആ കപ്പാസിറ്റർ നമ്മൾ ചൂസ് ചെയ്യണം. ഇനിയിപ്പോൾ ചില സ്ഥലങ്ങളിൽ കംപ്രസറിൻ്റെ ഒപ്പം ചിലപ്പോൾ കപ്പാസിറ്റർ ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ ഏകദേശം നമുക്ക് കണക്ക് കൂട്ടിയിട്ട് ഏകദേശം ഒരു 45ൻ്റെ ഉള്ളിൽ നമുക്ക് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 പിൻ സോക്കറ്റിൽ നിന്ന് 2 കണക്ഷൻ എടുത്തിട്ടുണ്ട്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഫേസ്, അതേപോലെ തന്നെ ന്യൂട്രൽ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ 1 mm വയർ ഉള്ളതുകൊണ്ട് നമ്മളത് 3 എണ്ണം വെച്ച് എടുത്തിട്ടുണ്ട്. 1.5 2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോന്നൊക്കെ എടുത്താൽ മതി. ഇതേപോലെ തന്നെ 2 കണക്ഷൻ വരും, ഒന്ന് ഫേസും ഒന്ന് ന്യൂട്രും. ഇത് ന്യൂട്രൽ നമുക്ക് ഇതിലത്തെ കോമൺ സി, അതായത് സി എന്നുള്ള ടെർമിനലിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഫേസ് വന്നിട്ട് നേരെ കപ്പാസിറ്ററിന്റെ ഒരു ടെർമിനലിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ആദ്യം കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കംപ്രസറിന്റെ മേലെ ഇതേപോലെ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. കംപ്രസറിന്റെ മേലെ ഇതേപോലത്തെ ഒരു റബ്ബർ പാർട്ടിലായിരിക്കും ഇതിന്റെ കണക്ഷൻസ് എഴുതിയിട്ടുണ്ടായിരിക്കുക. ഇതിന്റെ മേലെ ക്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്യാപ്പിന്റെ മേലും ഇതേപോലെ കണക്ഷൻസ് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കോമൺ കണക്ഷൻ നമ്മുടെ സി എന്നുള്ള ടെർമിനലിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ കംപ്രസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ വന്നിട്ടുണ്ട്. ചില കംപ്രസറിന് ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല. അതായത് പെട്ടെന്ന് എന്തെങ്കിലും വോൾട്ടേജ് പ്രശ്നങ്ങളോ അതേപോലെ തന്നെ ചൂടാവുക ചെയ്യുമ്പോൾ ട്രിപ്പ് ആവാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് ഈ ഓവർലോഡ് പ്രൊട്ടക്ഷൻ വരുന്നത്. ചിലതിൽ ഇൻബിൽട്ട് ആയിരിക്കും, ഇതിന് പുറത്താണ് നമുക്ക് വന്നിരിക്കുന്നത്. ചില കംപ്രസറിന് ഉള്ളിലായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മുടെ കോമൺ കണക്ഷൻ, അതായത് ന്യൂട്രൽ നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫേസ് വരുന്ന കണക്ഷൻ നമുക്ക് കപ്പാസിറ്ററിൻ്റെ ഒരു ടെർമിനലിലേക്ക് കൊടുക്കാം. അതേപോലെ തന്നെ റണ്ണിങ് എന്നുള്ള ഇതിലേക്ക് പോകുന്ന വയർ നമുക്ക് ഈ കപ്പാസിറ്ററിൻ്റെ നമ്മുടെ ഫേസ് കൊടുത്ത അതേ ഇതിലേക്ക് തന്നെ കൊടുത്തു വിടാം. ഇനി വരുന്ന ഈ റണ്ണിങ്ങിൻ്റെ നമ്മൾ ചുമപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ റണ്ണിങ് എന്നുള്ളതിലേക്ക് നമുക്ക് ചുമപ്പ് കണക്ട് ചെയ്യാം. പിന്നെ വരുന്നതെന്ന് സ്റ്റാർട്ടിംഗ് ആണ്. സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഈ കപ്പാസിറ്ററിൻ്റെ ഈ വശത്തായിരിക്കും. ഇതിലായിരിക്കും നമ്മൾ സ്റ്റാർട്ടിങ് കൊടുക്കേണ്ടത്. അതും നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റാർട്ടിങ്ങും അതേപോലെ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കംപ്രസറിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൂടി അടച്ചു വയ്ക്കാം. ഇനി നമ്മുടെ കപ്പാസിറ്റർ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു കുപ്പിയിലാക്കി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ കണക്ഷൻ ഊരിയിട്ട് അതേപോലെ തന്നെ സെറ്റ് ചെയ്യാം നമുക്ക്. പോയി
ഇനി നമ്മുടെ സ്പ്രേ പെയിൻറ്റ് മെഷീൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം, എയർ വരുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കുത്തി കൊടുത്തതിന് ശേഷം അപ്പോൾ നമ്മുടെ കംപ്രസർ ഓൺ ആയിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ സ്പ്രേ ഔട്ട് നല്ല എയർ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ന്യൂസ് പേപ്പറിലാണ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് നോക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ന്യൂസ് പേപ്പറോടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കല്ല് വെച്ചിട്ട് ഇളകാത്ത വിധത്തിൽ വയ്ക്കാം. അപ്പോൾ നമ്മുടെ സ്പ്രേയറിലേക്ക് നമ്മൾ പെയിൻറ്റ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണിയാണ്, നമ്മുടെ പെയിൻ്റ് ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പെയിൻറ്റ് അരിച്ചെടുക്കാനായിട്ട് പെയിൻറ്റ് ഫിൽറ്ററും ഉണ്ട്. നമ്മളിപ്പോൾ തുണിയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി തിന്നറും പെയിൻറ്റും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ നോസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെയിൻറ്റ് വരുന്നതിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ ഇവിടെ എയർ കൺട്രോൾ ചെയ്യാനുള്ള സംഭവമാണ്. അപ്പോൾ എയർ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മേടിക്കുമ്പോൾ തന്നെയുള്ള സെറ്റിംഗ് ആണ്, നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് സ്പ്രേ എത്രത്തോളം ഔട്ട് വേണമെന്നുള്ളതിനെ സെറ്റ് ചെയ്യാനുള്ളതാണ് ഇവിടെ ഈ സംഭവം. അപ്പോൾ നമ്മൾ അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്ന കംപ്രസേഴ്സ്, അതായത് സ്പ്രേ പെയിൻറ്റിങ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മളിപ്പോൾ ട്രിഗർ വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. അപ്പോൾ ഇത് നമുക്ക് അതേപോലെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോസിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വരുന്ന ഓവറായിട്ടുള്ള എയർ ഇതിനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളത് ഫുള്ളും അമർത്തി കൊടുക്കുമ്പോൾ മാത്രമാണ് ഇതിൽ സ്പ്രേ പെയിൻറ്റ് ഔട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇവിടെ പെയിൻറ്റ് ഔട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പെയിൻ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കി നോക്കാം. അപ്പോൾ മച്ചന്മാരെ അതേപോലെ അടിപൊളിയായിട്ട് സ്പ്രേ വരും. ഈ സംഭവം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 3 മണിക്കൂർ വരെ നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം കുറച്ച് റെസ്റ്റ് കൊടുക്കണം കംപ്രസറിന്. നമുക്ക് ഈ സ്പ്രേ പെയിൻറ്റ് മെഷീൻ ഫ്രിഡ്ജിൻ്റെ കംപ്രസർ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഫ്രിഡ്ജിൻ്റെ കംപ്രസർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എയർ ഔട്ട് പെട്ടെന്ന് വരില്ല, കുറച്ചേശം എയറാണ് നമുക്ക് ഔട്ട്പുട്ട് വരുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സ്പ്രേ കറക്റ്റായിട്ട് ഔട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നമ്മുടെ സ്പ്രേയറിൻ്റെ ട്രിഗർ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് നേരം സ്പ്രേ ചെയ്യുക, കുറച്ച് നേരം ഹോൾഡ് ചെയ്യണം, അങ്ങനെയുള്ളൊരു പ്രശ്നം അതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഏസർ കംപ്രസർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ പെയിൻ്റൊക്കെ അടിപൊളിയായിട്ട് സ്പ്രേ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. എവിടെ ഒലിച്ചിറങ്ങിയിട്ടോ ഓവറായിട്ട് വന്നിട്ടോ അങ്ങനെയൊന്നുമില്ല, പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ സ്പ്രേ ഔട്ട് വന്നിരിക്കുന്നത്. ഇതേപോലെ സ്പ്രേ പെയിൻറ്റ് മെഷീൻ അന്വേഷിച്ചെടുക്കുന്ന പെയിൻറ്റർമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ സംഭവം. കാരണം നമ്മൾ ചെയ്ത പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്രസറിന് ഒരുപാട് ലൈഫും കിട്ടും, അതേപോലെ തന്നെ കുറഞ്ഞ ചിലവേ ഉള്ളൂ. അപ്പോൾ മച്ചന്മാർ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുത്തൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.